നമ്മൾക്ക് ഇന്നുവരെ എൻ്റെ പൗരോഹിത്യത്തിൽ ഇപ്പോൾ 38 കൊല്ലമായി. ഞാൻ ഒരു 21 ലക്ഷത്തെ ആൾക്കാരോടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ എളുപ്പം ആരാണെന്നറിയാവോ? ഞങ്ങൾ 0 ആയിപ്പോയി, ഇനി രക്ഷയില്ല, ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥയില്ലേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എളുപ്പമാണ്. മറ്റുള്ളവർ ഞങ്ങൾക്ക് ആരോഗ്യമുണ്ട്, ഞങ്ങൾക്ക് ചികിത്സിക്കാൻ കാശുണ്ട്, ഞങ്ങൾക്ക് സ്വന്തം വീട്ടിൽ തന്നെ സർജനുണ്ട്, ഞങ്ങൾക്ക് അന്വേഷിക്കാൻ ആളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ദൈവം ഇരിക്കട്ടെ എന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥിച്ചാൽ റിട്ടേൺ അടിക്കും. എന്താ കാര്യം? ദൈവം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇവർ മസിലും പെരുപ്പിച്ച് ദൈവത്തിൻ്റെ അടുത്ത് അഭ്യാസം കാണിക്കാൻ വന്നിരിക്കുകയല്ലേ. അഭ്യാസം കാണിക്കലല്ല ശരിക്കും പറഞ്ഞാൽ ആശ്രയിക്കന് വേണ്ടത്. ഞാൻ ഇവളോട് എന്നെ പറഞ്ഞു, അച്ഛാ എനിക്ക് ജീവിക്കണമെന്ന് പറയുമ്പോൾ എന്നോട് ആയുസ്സിന് വേണ്ടി ദൈവത്തിന് നാമത്തിൽ യാചിക്കുകയാണ്. ശരിക്കും ഞാൻ അങ്ങനെ തന്നെ മാതാവിനോട് പറഞ്ഞു, അവൾക്ക് ജീവിക്കണമെന്ന് പറയും. ഇത് വെച്ചിട്ട് പറയും. വേറെ എന്താ പറയണത്? അവിടെ ഇവിടെ സാഹിത്യം പറഞ്ഞ വല്ല ആവശ്യമുണ്ടോ? മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നം അതുപോലെ അമ്മയുടെ അവൾക്ക് ജീവിക്കണമെന്ന് പറയും. ചെറുപ്പമാണ്. അപ്പം എന്നോട് പറഞ്ഞത് പൗരോഹിത്യം പറയാൻ പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞു, 38 വർഷമായി ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചിട്ട്, നീ എൻ്റെ പൗരോഹിത്യം വിശ്വസിക്കുന്നുണ്ടോ? അമ്മ ചോദിക്കണം. ഞാൻ വിശ്വസിക്കുന്നുണ്ട് അച്ഛാ എന്ന് പറയും. നീ ജീവിക്കുമെന്ന് പറയും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എനിക്ക് കിട്ടിയ പൗരോഹിത്യത്തെ കുറിച്ച് എനിക്ക് നല്ല മതിപ്പാ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പട്ടക്കല്യാണത്തിൻ്റെ ദിവസം ഞാൻ എൻ്റെ കുറി, എൻ്റെ കുർബാന ഉടുപ്പ് ഞാൻ തന്നെ ഡിസൈൻ കൊടുത്ത വരപ്പിച്ചത്. അതിൻ്റെ അകത്തൊരു കുഞ്ഞാടാണ് ഉണ്ടായിരുന്നത്. ഒരു കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഉടുപ്പ് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. കുഞ്ഞാടിൻ്റെ നടുക്കുകൂടി കുരിശു കുത്തി ഇറക്കിയിട്ട് കുഞ്ഞാട് പാപത്തിന് പരിഹാരം ചെയ്യുന്ന ഒരു കുഞ്ഞാടിൻ്റെ രൂപമാണ് എൻ്റെ കുർബാന ഉടുപ്പ് ഉണ്ടായിരുന്നത്. എൻ്റെ കുർബാനയുടെ ഉടുപ്പിൻ്റെ അവിടെ കത്തിൽ അച്ഛന്മാർക്ക് കൊടുത്തിരുന്ന നാട്ടുകാർക്ക് കൊടുത്തിരുന്ന കത്തിൻ്റെ ഒരു 2 ഫ്ലോപ്പ് ഉണ്ടായിരുന്നു. ഒരു ഫ്ലോപ്പിൻ്റെ ഫ്രണ്ടിലൊരു ഫ്ലോപ്പ്, രക്ഷിച്ചവന് തല കൊടുത്തു എന്നും പറഞ്ഞ് ഒരു ചെറിയ കഥയുണ്ട്. രക്ഷിച്ചവന് തല കൊടുത്തു എന്ന് പറഞ്ഞു. എന്താ കാര്യം? ഞാൻ 2ാം ക്ലാസ്സിൽ പഠിച്ചൊരു പാഠമാണ്. ഞാൻ കർത്താവിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഈ 2ാം ക്ലാസ്സിലെ പാഠം ഓർക്കും. എന്താ പാഠം എന്ന് വെച്ചാൽ, 2ാം ക്ലാസ്സിൽ ഒരു കർഷകൻ, നിങ്ങളും പഠിച്ചു കാണും ആ പാഠം. 2ാം ക്ലാസ്സിൽ പാഠത്തിലൊരു കഥയുണ്ടായിരുന്നു. ഒരു കർഷകൻ ഒരു ചപ്പകൂനയിൽ വന്ന് കുപ്പത്തൊട്ടി വന്ന് നോക്കുമ്പോൾ ഒരു വാഴ വിത്ത് അവിടെ ഇങ്ങനെ ചെതലരിച്ച് കിടക്കണ കണ്ടു. അപ്പം കർഷകൻ ആ വാഴ വിത്ത് എടുത്തുകൊണ്ട് പോയി സ്വന്തം പറമ്പിൽ ചവറെല്ലാം കളഞ്ഞ് വെച്ച് വെള്ളവും വിട്ട് ഒഴിച്ചൊക്കെ അതിനെ വളർത്തി കുറേ നാളായപ്പോൾ നല്ല ശരിക്കും ചട്ടച്ച് വളർന്ന് ഭംഗിയായിട്ട് വലിയൊരു കൊലയുമായിട്ട് കൊഴിച്ചപ്പോൾ ആ രക്ഷിച്ചവനെ, ആ കർഷകനെ ആ കൊല വെട്ടി കർഷകൻ അരിവാളം കൊണ്ടുവന്നപ്പോൾ തല ചായച്ചു കൊടുക്കുന്ന വാഴയെപ്പോലെ നിൽക്കുകയാണ്. അതാണ് ഞാൻ എൻ്റെ പട്ടക്കല്യാണ പുസ്തകത്തിൽ. അപ്പോൾ എനിക്ക് പൗരോഹിത്യത്തെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചുമൊക്കെ നല്ല ബോധത്തോടെയാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. കാര്യം കർത്താവ് രക്ഷകനാണെന്നും അവന് ജീവൻ കൊടുക്കാൻ വേണ്ടി മാത്രം അവൻ പോകുന്നവനാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ പൗരോഹിത്യം. അതാണ് ഞാൻ അവളോട് ചോദിച്ചത്, എൻ്റെ പൗരോഹിത്യം നീ വിശ്വസിക്കുന്നുവോ? കർത്താവ് എനിക്ക് തന്ന പൗരോഹിത്യത്തിലാണ്. അത് കർത്താവിൻ്റെ പൗരോഹിത്യമാണ്. ആ ജനങ്ങളുടെ മുറിവുണക്കുന്നതാണ് അറ്റകൈ പ്രയോഗമുള്ളതാണത്. അവസാനം അത് അറ്റകൈ പ്രയോഗം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തീർന്നു എന്ന് കാണുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്, നിങ്ങൾക്കറിയാമല്ല,
എലീശ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം 18 വാക്യം വായിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശ്രുതിയുടെ മക്കളെ, ശ്രുതിയുടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ രണ്ട് രാജാക്കന്മാര് 2:18 ശ്രുതികട്ടെ. ഹല്ലേലൂയ രണ്ട് രാജാക്കന്മാർ 2:18. എലീശ ജെറിക്കോയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ മടങ്ങി വന്നു. അവൻ അവരോട് പറഞ്ഞു, പോകണ്ട എന്ന് ഞാൻ പറഞ്ഞതല്ലേ. നഗരവാസികൾ എലീശയോട് പറഞ്ഞു, അങ്ങ് കാണുന്നില്ലേ, ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ്, എന്നാൽ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. അവൻ ഉറവയ്ക്കടുത്ത് ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു, കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. ഇത് കണ്ടില്ലേ മക്കളെ, ജെറിക്കോയാണ് പട്ടണം. ജെറിക്കോയുടെ പട്ടണം ജീവിക്കാൻ കൊള്ളാം, പക്ഷേ എന്താ പറ്റും, വെള്ളത്തിൽ വിഷമാണ്. വെള്ളത്തിൽ വിഷം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, പിന്നെ ജനങ്ങളെ കുടിയൊഴിഞ്ഞ് പോകണം. അപ്പം ജീവിക്കാൻ കൊള്ളാവുന്ന പട്ടണമാണെങ്കിലും വെള്ളമില്ലാത്ത കാരണം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പം എലീശ അവരോട് പറയണത് എന്താണ്? എലീശ പറയുന്നത് അതായത് ജീവിക്കാൻ കൊള്ളാത്ത നമ്മുടെ ജീവിതം അങ്ങനെയാണ്. നമുക്ക് ജീവിക്കാൻ പറ്റണില്ലാത്തൊരവസ്ഥയാണെന്ന് വിചാരിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ പല തിക്കുമുട്ടുകളും പല സമ്മർദ്ദങ്ങളും കാരണം നമുക്ക് ജീവിക്കാൻ പറ്റണില്ല. അങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിലുള്ള ആസ്തി എന്താണ്? എലീശ പറഞ്ഞു കേട്ടില്ലേ, നിങ്ങൾ ഇത്തിരി ഉപ്പ് കൊണ്ടുവരിക. എന്ത് ഉപ്പ് കൊണ്ടുവരിക എന്താണ് എലീശ പറയണത്? പറഞ്ഞേ, വായിച്ചേ. അവൻ ഉറവയ്ക്ക് അടുത്ത് ചെന്ന് 2 രാജാക്കന്മാർ 2:18, 16, 18, 19, 20. അവൻ ഉറവയ്ക്കടുത്ത് ചെന്ന് എലീശ ഉറവയ്ക്കടുത്ത് ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ ഉപ്പെടുത്തിട്ട് കർത്താവിൻ്റെ നാമത്തിലാണ് ഇവനെ ശുദ്ധീകരിക്കണത്. അപ്പോഴേ ഈ വിഷമായിരുന്ന വെള്ളത്തിൻ്റെ വിഷം മാറിയിട്ട് അതങ്ങ് മധുരിക്കാൻ തുടങ്ങും. എന്ന് വെച്ചാൽ പൗരോഹിത്യം ഇതുപോലെയാണ്. തകർന്നു വരുന്ന മനുഷ്യൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ഉപ്പ് കൊടുക്കും, ചിലപ്പോൾ നമുക്ക് ഉടമ്പടി തൈലം കൊടുക്കും. എന്തിനാണ്? ഇത് കർത്താവിൻ്റെ നാമത്തിലാണ്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം അത് വിധിപ്രകാരം, അത് ഞാൻ എപ്പോഴും പൗരോഹിത്യ വിധിപ്രകാരം എന്ന് പറയുന്നതിന് കാരണം എല്ലാവർക്കും ഈ പൗരോഹിത്യമുണ്ട്. അതെല്ലാവരും അതുപോലെ ഒന്ന് ഉപയോഗിച്ചാൽ മതി. ആ പൗരോഹിത്യം കൊണ്ട് നമ്മൾ വേറെ എന്തെല്ലാം ചെയ്യണമുണ്ട്,
പക്ഷെ അടിസ്ഥാനപരമായിട്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ജനങ്ങളുടെ മുറിവ് ഉണക്കുകയാണ്. മുറിവ് വെച്ച് കെട്ടുക, മുറിവ് ഉണക്കുക, തകർന്നു പോയതിനെ കർത്താവിൻ്റെ തിരുസേനയിലേക്ക് തിരിച്ച്, ദൈവത്തിൽ നിന്ന് അകന്നു പോയതിനെ തിരിച്ചു കൊണ്ടുവരിക. അതുപോലെ തന്നെ ചട്ടം മുടന്നുകൊള്ളതിനെ ചുമലിലേറ്റുക. ഇങ്ങനെ അടിസ്ഥാനപരമായ ജോലി പൗരോഹിത്യത്തിനുണ്ട്. ആ പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനപരമായ ജോലി അതുപോലെ ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളെ ശുശ്രൂഷകളെ അടയാളങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നത്. കാര്യം അതുകൊണ്ടാണ് അന്ന് പറയണത്, നീ എൻ്റെ പൗരോഹിത്യം വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്നെ വിശ്വസിക്കുന്നുണ്ടോ, ഞാനൊരു അത്ഭുത ജീവിയാണെന്ന് പറഞ്ഞാൽ അല്ല എൻ്റെ അർത്ഥം. എനിക്ക് പട്ടം തന്ന കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടെന്നാണ് ചോദിക്കണത്. കർത്താവിൻ്റെ പൗരോഹിത്യം നീ വിശ്വസിക്കുന്നുണ്ടെന്നാണ് ചോദിക്കണത്. അവൾ ഉണ്ടെന്ന് പറയുമ്പോൾ ആ രാത്രി മുകളിലത്തെ മുഴയും അരക്കെട്ടിൻ്റെ മുഴയും അപ്രത്യക്ഷമാകും. അതാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശക്തി എന്ന് പറയണത്. നിങ്ങൾ ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയം നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങളുടെ ജീവിതവും വിശുദ്ധതയോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതി പുനഃക്രമീകരിച്ചുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി മാത്രമുള്ള കൊതിയും അതുപോലെ ആർജവത്വം ഉണ്ടായി കഴിയുമ്പോൾ ഉടമ്പടി ഒന്നല്ല 9 കാര്യം ഉടനെ നടക്കും. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വസ്തയോടെ നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. മക്കളെ എല്ലാവരും എഴുന്നേൽക്കുക, സന്തോഷത്തിൽ എഴുന്നേൽക്കുക. ദിവികാരുണ്യമേ ബലിവേത്തി. നമുക്ക് നല്ല പാട്ടുപാടി ആരാധനയിലെ ആർമാദിച്ച അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ അനാവശ്യമായ ഒരു അവലാതിയുടെയും ഒരു ആവശ്യമില്ല. നിങ്ങൾ ജീവിക്കുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഒരു ബന്ധവും സ്വന്തവും ഇല്ലെങ്കിലും കർത്താവ് ആ മനുഷ്യനെ ഒരു ബന്ധമില്ലാത്ത, അതായത് മെജ്ജ ഇവിടെ വന്നപ്പോൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറയണേ, ഞാനിതെല്ലാം സുഖപ്പെട്ട് മിടുക്കനായി കർത്താവ് എന്നെ ഉടമ്പടി ചെയ്യിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ സന്ദർഭവശാൽ എനിക്ക് വേണ്ടി 10 ലക്ഷം രൂപ എൻ്റെ ആങ്ങളേണെന്നും പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത നേഴ്സോട് നിൽപ്പുണ്ടായിരുന്നെന്ന്. അതല്ലേ പ്രശ്ന. അപ്പം ഞാൻ ചോദിച്ചു എന്താ വന്നെന്ന് ചോദിച്ചേ. അപ്പോൾ പറഞ്ഞ് മക്കളില്ല, 10 വർഷമായെന്ന്. അപ്പം മെജോ പറഞ്ഞ് എൻ്റെ ഉടമ്പടി നേഴ്സിൻ്റെ കാര്യം കൂടി ഞാൻ എഴുതിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവർക്കിപ്പോൾ ഒരു കൊച്ചുണ്ട്. അപ്പം നിങ്ങൾ ദൈവ പൈതലാവുക. അപ്പം ദൈവം നിങ്ങൾ നയിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ദൈവ പൈതൽ ആ തീരുമാനം എടുക്കുക. ഇപ്പം ലോകത്തിൻ്റെ പൈതലാണെങ്കിൽ ദൈവ പൈതലാകാൻ തീരുമാനം എടുക്കുക. ദൈവത്തിനെക്കുറിച്ച് ചിന്തിക്കുക, എപ്പോഴും ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിന് വേണ്ടി പ്രേക്ഷിത വേല ചെയ്യുക, ദൈവത്തിന് വേണ്ടി ജാതിയും മതവും നോക്കാതെ എല്ലാ സങ്കടക്കാരെയും ചേർത്ത് വെക്കുക. ആ ദൈവത്തിന് വേണ്ടിയാണെന്ന് ഈശോയോട് പറയുക. അങ്ങനെ ആത്മബന്ധത്തിൽ ഈശോയിൽ വളരുക. ശ്രദ്ധിക്കട്ടെ.
ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ക്രിസ്തു സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ ചലിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. പോകേണ്ട വഴി നിൻഹിതം പോലെ നടത്തണേ. പോകേണ്ട വഴി കാണിക്കണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും അപ്പൊ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കയ്യിൽ ഒന്നിനും ഒരു കുറവില്ല. ഉടമ്പടിയിൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലായില്ലേ? ദൈവം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. ഈ ആധുനിക കാലത്തെ കറക്റ്റായിട്ടുള്ള ദൈവജനമാണ് നമ്മൾ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു, അതനുസരിച്ച് ജീവിക്കുന്നു, സ്നേഹത്തിൻ്റെ സാക്ഷികളാകുന്നു. ഐക്യത്തോടെ നമ്മൾക്കുള്ളത് മറ്റുള്ളവരുമായിട്ട് ദൈവത്തിൻ്റെ നാമത്തിൽ പങ്കുവെക്കുന്നു, സുവിശേഷം വേല ചെയ്യുന്നു, കർത്താവിനെ അറിയാത്തവ അറിയിക്കുന്നു, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ ഉടമ്പടിയിലായി. പിന്നെ ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങാം. നമ്മൾ പറയണതൊക്കെ ദൈവം ചെവി തന്ന് കേട്ടുകൊണ്ടിരിക്കും. അതുപോലെ നിവൃത്തിയായിക്കൊണ്ടിരിക്കും. സ്വർഗത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം മത്തായി 3:9 നമ്മൾ വായിച്ചു. ഞങ്ങൾക്ക് അവരുണ്ട്, ഇവരുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഒന്ന് പറയണ്ട. ഞങ്ങൾക്ക് നമ്മുടെ ഇല്ലായ്മകൾ പറയാനാണ് പരിശുദ്ധ അമ്മ ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. അല്ല, ഉണ്ടെന്ന് പറയാനില്ല. ആധ്യാത്മിക ജീവിതത്തിൽ ഉണ്ടെന്ന് പറയണത് നെഗറ്റീവ് ഇഫക്റ്റും ഇല്ലെന്ന് പറയണത് പോസിറ്റീവ് ഇഫക്റ്റുമാണ്. ഞങ്ങൾക്ക് എബ്രാഹത്തിൻ്റെ സന്തതികൾ, ഞങ്ങൾക്ക് പിതാവ് എബ്രാഹം ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ റിജക്റ്റായപ്പെടുകയും അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ആവിഷ്കാരമാണ് ഉടമ്പടി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തമായ സാധ്യതകളോടുകൂടി സർവ്വജനങ്ങൾക്കും സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായിട്ടാണ് ഈ അവസാന കാലങ്ങൾ ദൈവം ഉടമ്പടിയിലേക്ക് നമ്മളെ കോർത്ത് ഇണക്കുകയും ഐക്യപ്പെടുത്തി നിർത്തുകയും സംരക്ഷണത്തിൻ്റെ വരയും തീർക്കുകയും ചെയ്യുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അലർജി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്ന ചിലപ്പോൾ ആന്തരികമായ അലർജി എന്താണെന്ന് കണ്ടുപിടിച്ച് കാണത്തില്ല. പലതരത്തിലുള്ള രോഗങ്ങളുണ്ട്. പക്ഷേ 10,000 തരം അലർജികളുണ്ട്. ഇന്ന് വരെ നിൻ്റെ ശരീരത്തിൽ അലർജിയുടെ എന്ത് കണികയാണെന്ന് ഡിറ്റക്ട് ചെയ്തിട്ടില്ലെന്ന് വിചാരിച്ചോ? നിൻ്റെ ശരീരത്തിന് പുറത്തും അകത്തും ഉണ്ടാകുന്ന അലർജി ഇതുവരെ അടയാളപ്പെടുത്താത്തതാണ് എങ്കിൽ
കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി ഓൺലൈനിലുള്ളവർ ഇവിടെ ഉള്ളവർ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ കർത്താവ് അത്ഭുതങ്ങളും അടയാളം കാണിക്കും. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. എൻ്റെ കർത്താവിന് ഉചിതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിൻ്റെ അടയാളത്തിൽ എല്ലാത്തരം അലർജികൾ, അജ്ഞാതമായ അലർജി രോഗികൾ യേശു ക്രിസ്തു നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. എല്ലാ അലർജി രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് സമ്പത്തില്ല, അതുപോലെ തന്നെ നമ്മുടെ പൈസ കുടുങ്ങിപ്പോയി, പലരുടെ കയ്യിലായിപ്പോയി. ഇനി ജോലി കിട്ടിയാലും അതിന് മുടക്കാനും പോകാനും ഒന്നും കാശില്ല, ഒരു ഗതിയും ഇല്ലാതെ ഇരിക്കുന്നു. ഇനി ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ പോലും അത് അനുഭവിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി അഭിഷേകത്തിനായി ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ജീവിതത്തിന് വഴി കാണാതെ അലയുന്ന മക്കൾക്ക് പുതിയ വഴികൾ, ഉടമ്പടി പ്രകാരമുള്ള പുതിയ വഴികൾ ഈ ആരാധനയിലൊന്ന് തുറന്നു കൊടുക്കണമേ. ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പല വിഷയങ്ങൾ കൊണ്ട് ജീവിതം മടുത്തു പോയവരുണ്ട്. ജീവിതം തന്നെയല്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇങ്ങനെ ആവർത്തിച്ച് പരാജയം സംഭവിച്ചിട്ട് നിങ്ങൾ ചുമ്മാ ഒരു യന്ത്രം പോലെ ഇവിടെ വരുന്നു, ഇവിടുന്ന് പോകുന്നു, ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ചെയ്യട്ടെ, ഞാൻ തീർന്നു, അങ്ങനെയൊക്കെ ഇങ്ങനെ ആരെങ്കിലും പറയുന്ന കൊണ്ട്, ആരെങ്കിലും ഇങ്ങനെ തല്ലിപ്പായിക്കുന്നതുകൊണ്ട് വന്ന് നിൽക്കുന്നു, പോകുന്നു. അങ്ങനെ പ്രത്യേകിച്ച് വിശ്വസിക്കാനൊന്നും പറ്റണില്ല, അതിനുള്ള അടയാളം കിട്ടണില്ല. അങ്ങനെ മനസ്സിടിഞ്ഞു പോയ ആൾക്കാരുണ്ട്. ഡിപ്രഷൻ ബാധിച്ച പല കാര്യങ്ങൾ കൊണ്ട് ഡിപ്രഷൻ വന്നവരുണ്ട്. അവരുടെ മേൽ കർത്താവിന്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. മാനസികമായി തളർന്നിരിക്കുന്ന മക്കൾക്ക് ഈ ആരാധനയിൽ ശക്തിപ്പെടുത്തണമേ, വഴി നടക്കണമേ. സൗഖ്യം നൽകണമേ. ചിലപ്പോൾ നമുക്കൊരു മനസ്സിന് ഒരു ധൈര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇപ്പോൾ ഒത്തിരി കൊതിച്ചിട്ട് ഇപ്പോൾ ചിലർക്ക് എൻ്റെ അടുത്ത് ഒരു ലിസ്റ്റ് തരും. അച്ഛാ ഞങ്ങൾ പിരിഞ്ഞ് താമസിക്കുകയാണ് അച്ഛാ, എന്നാലും ഞങ്ങൾക്കൊന്ന് കൂടി താമസിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എന്തെങ്കിലും അമ്മ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഭയങ്കര കൊതിയാണ്. എന്തോ ഒരു പ്രത്യേക കാലത്ത് അവർ പിരിഞ്ഞു പോയതാണ്, ഭാര്യയും ഭർത്താവും. പക്ഷെ ഇപ്പം ചിന്തിച്ചിട്ട് പ്രത്യേകം അങ്ങനെ പിരിയേണ്ട ഒരു കാര്യമായിട്ട് ഉണ്ടായിട്ട് തോന്നണില്ല. ഒന്ന് ക്ഷമിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ അങ്ങനെ ഒത്തില്ല. അങ്ങനെ അബദ്ധങ്ങളെല്ലാം പഴയ കാലങ്ങളിൽ സംഭവിച്ചു പോയി. അത് വേണമെങ്കിൽ ക്ഷമിച്ചാൽ മതിയായിരുന്നു, നമ്മുടെ ജീവിതം പോകത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ ഉള്ളവരെ ജീവിതം കൈവിട്ടു പോയി അത് തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹമുള്ള പലരുണ്ട്.
ചിലപ്പോൾ ഒരു വാക്ക്, ചിലപ്പോൾ ആ പേപ്പർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ ജോലി ഇന്നിന് കിട്ടിയനും അത് സമയത്ത് പിറ്റേ ദിവസമാണ്, അല്ലെങ്കിൽ പിറ്റേ ആഴ്ചയിലാണ് പോസ്റ്റ്മാൻ തന്നത്, അല്ലെങ്കിൽ ഞാൻ ഇമെയിൽ കണ്ടത്, അങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അത് ഓർത്ത് ഇപ്പം തന്നെ അത് ഓർത്ത് ഇപ്പോഴും അത് തന്നെ ഓർത്ത് വേറെ ഒന്നും ചെയ്യാതെ വിഷമിച്ചിരിക്കുന്ന കാലം കഴിഞ്ഞു പോയല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കാലം കഴിഞ്ഞു പോയെന്ന് നിരാശപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട്. അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ വിശുദ്ധ രക്തം, മരിച്ചുയർത്തെഴുന്നേറ്റവൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയുടെ രക്തം പടരട്ടെ. ശ്രുതികട്ടെ. ഓൺലൈനിലുള്ള ശ്രദ്ധിക്കുക, നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ശക്തിയുടെ രക്തം പടരുന്നത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. ഒത്തിരി പേര് വീടും കൂടുമൊക്കെ ചുറ്റും അതുപോലെ തന്നെ വിറ്റും പണയപ്പെടുത്തിയൊക്കെ മക്കളുടെ ഈ കലാപറച്ച് വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന കാരണം മനസ്സോടെ സമ്മതിച്ചിട്ട് വീടും പണവും മറ്റുള്ളവരെ അംഗങ്ങളെ മറ്റുള്ള മക്കളൊക്കെ വന്ന് കൂടെ ഉണ്ട്, അവർക്ക് കിട്ടേണ്ടത് പോലും കിട്ടാത്ത രീതിയിൽ ആ ശാഠ്യം കാരണം ചില തീരുമാനങ്ങൾ വീട് വിൽപ്പനയെക്കുറിച്ചും അതുപോലെ തന്നെ സ്ഥല വിൽപ്പനയെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ആരെങ്കിലും ഒരു മകൾക്ക് വേണ്ടി കുടുംബം മുഴുവനും ബലിയാകേണ്ട രീതിയിലുള്ള അന്ധമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ എടുക്കാതെ നിവൃത്തിയില്ലാത്ത രീതിയിൽ അകപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കന്മാരും വീട്ടുകാരുമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മോഹവലയത്തിൽ അകപ്പെട്ടിട്ട് ജീവിതം നശിച്ചു പോകാൻ പോകുന്ന ആൾക്കാരുണ്ട്. അവിടെ പോയെല്ലാം ശരിയാകുമെന്ന് വിചാരിച്ചുകൊണ്ട് പൈസ കൊടുത്ത് കാത്തിരിക്കുന്നവരുണ്ട്, പൈസ കൊടുക്കാൻ പോകുന്നവരുണ്ട്. ഇതിൽ തിന്മയുണ്ട്. നിങ്ങൾക്കത് ഗുണം പിടിക്കത്തില്ല. നിങ്ങൾ കർത്താവ് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വിടുതലിന് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അകപ്പെട്ട ജീവിതങ്ങൾ, മുരടിച്ച ജീവിതങ്ങൾ. ഇപ്പം ഇന്നലെ ഒരു സാക്ഷി ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അഭിപ്രായം, നിങ്ങളെ പ്രതീക്ഷകളെ ഇപ്പം ഞാൻ പറഞ്ഞ ലേഡിക്ക് ഗർഭപാത്രം പോലും ഇല്ല. അവൾ ചെറുപ്പകാരത്തിയാണ്. എന്നിട്ട് അവർ ദൈവത്തിൽ വിശ്വസിച്ച് സന്തോഷിച്ച് ജീവിക്കുക. അവർ അങ്ങനെ അതായത് എന്തെങ്കിലും നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതം പോയത് നിങ്ങൾ തീരുമാനിക്കരുത്. ദൈവം നഷ്ടപ്പെട്ടാൽ മാത്രമേ ജീവിതം പോകത്തുള്ളൂ, അല്ലെങ്കിൽ ജീവിതം പോകത്തില്ല. ദൈവത്തെക്കാൾ നിങ്ങളുടെ ജീവിതത്തെക്കാൾ വലുതാണ് ദൈവം. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞാനത് ഇട്ടിട്ട് അപ്പം ചെയ്തിട്ടുണ്ട് കേട്ടോ. സാക്ഷ്യം ഇതാണ്. ഭർത്താവിന് 50 വയസ്സ്, ഭാര്യയ്ക്ക് 43 വയസ്സ്. വർഷങ്ങളായിട്ട് മക്കളില്ല. അപ്പം ഒരുമാതിരിപ്പെട്ട ചികിത്സകളെല്ലാം കഴിയും. 50 വയസ്സായിട്ട് മക്കളില്ലെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ ചികിത്സ അവരെടുത്തിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും വൈദ്യശാസ്ത്രം ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തെന്ന് വിചാരിച്ചോ. പക്ഷെ ദൈവം ക്ലോസ് ചെയ്യാത്തടത്തോളം ഒരു ചാപ്റ്ററും ആർക്കും ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരൊറ്റ ഉടമ്പടി. അവർക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ട്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. 50 വയസ്സായ ഭർത്താവിനാണ് കുഞ്ഞ്. അതാ 43 വയസ്സുള്ള ഭാര്യക്കാണ് കുഞ്ഞെന്ന് പറയണം. അപ്പം നിങ്ങളെ ഒരു ഫയലും മടക്കി വെക്കണ്ട. അമ്മയോട് അത് പറയാൻ പറ്റണ പോലെ വിശ്വാസത്തിൽ, വിശ്വസ്തതയിൽ, പൂർണ്ണ ഹൃദയത്തോടെ ഉടമ്പടി ജീവിച്ചുകൊണ്ട്
നിങ്ങളുടെ കണ്ണീര് ദൈവത്തിനെ ഏൽപ്പിക്കുക. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ഞങ്ങളുടെ ദുരിതങ്ങള് ദൈവമാതാവിന്റെ നിങ്ങൾ ഇപ്പൊ ഈ സാക്ഷ്യങ്ങളൊക്കെ കേട്ടില്ലേ? ഇതെല്ലാം ഈ ആഴ്ചത്തെ സാക്ഷ്യങ്ങളാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ ബുദ്ധിയെ മരവിപ്പിച്ച് കളയുന്ന വലിയ ദൈവിക ഇടപെടലാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ ഇങ്ങനെ രുചിച്ച് നോക്കാതെ, കറിക്ക് ഉപ്പ് നോക്കണ പോലെ ഉടമ്പടിക്ക് ഉപ്പ് നോക്കാതെ, മര്യാദക്ക് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളും അതിൻ്റെ അരുവി മനസ്സിലാക്കിയിട്ട് ഉടമ്പടിയിൽ അങ്ങോട്ട് പൂർണ്ണമായിട്ട് സമർപ്പിതരാകാൻ വേണ്ടി, ഉടമ്പടി പ്രകാരം ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തമാകുക. ശ്രുതികട്ടെ ശ്രുതികട്ടെ. അച്ഛൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. ജോലി, വീട്, വിവാഹം, ജീവിതം, തടസ്സം, കേസ്, ഡൈവേഴ്സ്, വിദേശ ജോലി, നിങ്ങളുടെ രോഗങ്ങൾ, അതുപോലെ കുടുംബത്തിൻ്റെ സമാധാനം ഇല്ലാത്ത അവസ്ഥകൾ, വീട് പണി തകിടം മറിഞ്ഞിരിക്കുന്നത്, അതിൻ്റെ പണം വേറെ എടുത്ത് ചിലവാക്കിയിട്ട് ഇപ്പോഴേ കടക്കാരായി ഇരിക്കുന്നവരും, പലതരത്തിലും പട്ടിണികൾ പോലും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു. പിരിഞ്ഞ് താമസിക്കുന്നവരെ, ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നവർ, മക്കളില്ലാത്തവർ, മക്കൾ ദുർനടപ്പിൽ പെട്ടുപോയവർ, മക്കൾ ചീത്ത പ്രണയങ്ങൾ അകപ്പെട്ട് ജീവിതം പോയവർ, മക്കൾ വഴിവിട്ടു പോയവർ ഒക്കെ തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. വലിയ മാരകമായ വിഷത്തിൽ, അതുപോലെ തന്നെ ശീലത്തിലും കഞ്ചാവ് പോലെയുള്ള പലതരത്തിലുള്ള ദുശ്ശീലങ്ങൾ അകപ്പെട്ടു പോയവർ, ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. എൻ്റെ മക്കളെ അതിശക്തമായി സൂചിച്ചാൽ മതി. പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ആൾക്കാർക്കൊരു സാക്ഷ്യം പറയാൻ പറ്റുന്നൊരു ദിവസമുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം. കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവ് നിന്റെ വിശുദ്ധ ദേവനത്താൽ, വിശുദ്ധ രക്തത്താൽ ഓരോ മകനെയും മകളെയും തളിക്കണമേ. ജപ്തി നടപടികൾ, കർത്താവ് വിൽക്കാനുള്ള സ്ഥലങ്ങൾ, വിൽപ്പനയ്ക്ക് ദോഷമുള്ളവർ, കർത്താവ് വാങ്ങാൻ ആളില്ലാത്തവർ, വാടക കയറിയിട്ട് കർത്താവ് വാടക ഒഴിയാത്തവർ, കർത്താവ് അങ്ങനെ പലതര വിഷയങ്ങളിൽ വിദേശ ജോലി നഷ്ടപ്പെട്ടവർ, കിട്ടാതെ അവിടെ വേദനിക്കുന്നവരെ, വിഷമിക്കുന്നവർ, അകപ്പെട്ടു പോയവരെ, ജയിലിലായിരിക്കുന്നവരെ, കർത്താവ് ഇങ്ങനെ ഓരോവിധ വിവാഹ ദോഷങ്ങളുള്ളവർ, മക്കളില്ലാത്തവർ, കർത്താവ് വഴിയില്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, കുടുംബത്തിൽ സമാധാനമില്ലാത്തവർ, എല്ലാ തരത്തിലും വേദന അനുഭവിച്ചിട്ട് കർത്താവെ മനസ്സ് ഇടിഞ്ഞു പോയവർ, ജീവിതം മുരടിച്ചവർ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാർഗ തടസ്സങ്ങൾ, ജീവിത എല്ലാ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. തടസ്സങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈശ്വരന്റെ നാമം ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. മക്കളെ മുട്ടി നിൽക്കുക. അച്ഛൻ വിട്ടുപോയ നിങ്ങളുടെ സ്വകാര്യമായ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഈ അനുഗ്രഹത്തിൻ്റെ സമയത്ത് അമ്മയുടെ മധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കുക.
സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസ്തയോടെ നിന്റെ മുമ്പിൽ വ്യാപരിക്കാനുള്ള കൃപ മരിയൻ ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ആരാധനയിലൂടെ നൽകണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമ പരിശുദ്ധ